ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത് കുറച്ച് കൂടിയ ലാൻഡ് അളവിലുള്ള ഒരു സ്ഥലവും വീടും കൂടിയാണ്. നിങ്ങളിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നമുക്ക് കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീടിന് ചുറ്റിനും ഒന്ന് നടക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ സ്ഥലം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ മലയാളികളും. അതുപോലെ തന്നെ നമുക്ക് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുന്നതിൽ ഒരു മെജോറിറ്റി ആൾക്കാർക്കും കുറഞ്ഞ ബഡ്ജറ്റിൽ കൂടുതൽ ലാൻഡ് അളവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു ഓപ്ഷനാണ് നമ്മൾ ഇന്ന് മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന്, അതായത് ബസ് റൂട്ടിൽ നിന്ന് ഈ കാണുന്ന വില്ലയിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 700 മീറ്റർ മാത്രമാണ് വരുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വീടാണ്. അതുകൂടാതെ ഇതിനടുത്തൊക്കെ തന്നെ ഒരുപാട് വീടുകളുടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ ആളുകൾ താമസമായതാണ്. അതുപോലുള്ള ഒരു ഏരിയയിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ടാർ റോഡ് ഉണ്ട്. ടാർ റോഡ് കഴിഞ്ഞാൽ ഇത് മെയിൻ റോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടാർ റോഡാണ് നിങ്ങൾ കാണുന്നത്. അവിടെ നിന്ന് ചെറിയൊരു സ്ലൈറ്റ് ഒരു ഇറക്കത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ലൊക്കേഷൻ നിങ്ങൾക്കറിയാം, യാതൊരു തരത്തിലും ഫ്ലഡ് എഫക്റ്റഡ് അല്ല. കാക്കനാട് തുടങ്ങി പൂക്കാട്ടുപടി കിഴക്കമ്പലം പോകുന്ന റൂട്ടുകളൊന്നും തന്നെ നമുക്ക് ഫ്ലഡ് എഫക്റ്റഡ് അല്ലാത്ത സ്ഥലമാണ്. അതുപോലെ നല്ല ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ഏരിയയാണ്. അപ്പൊ ഈ വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തൊക്കെ വീടുകളുണ്ട്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 6.25 സെന്റ് സ്ഥലത്ത് 6.75 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും 2200 വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തൊരു വീടാണിത്. വളരെ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വുഡുകൾ നോക്കുവാണെങ്കിലും മെജോറിറ്റി വരുന്ന വുഡ് ഐറ്റംസും കാണുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും നല്ലൊരു ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയ ഒരു വീടാണിതെന്ന് പറയാം. ഇതിന്റെ അടുത്തൊക്കെ വീടുകൾ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് വില്ലകളൊന്നും സ്ഥിതി ചെയ്യുന്ന തിക്കി തിരക്കുള്ള ഒരു സ്ഥലത്തല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാവുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മതിൽ നോക്കിയാൽ കാണാം, പ്യുവർ ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ 2 പില്ലറുകൾ നോക്കുവാണെങ്കിലും അതിനകത്താണെങ്കിലും 2 വലിയ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റേ സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും നല്ല ഡിസൈനോട് കൂടി ഒരു ഗേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നോക്കുവാണെങ്കിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ബ്രിക്ക് കളർ വരുന്നുണ്ട്, ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മുകളിൽ ബാൽക്കണിയുടെ ഏരിയ ഒക്കെ നോക്കിയാലും കാണാം, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏരിയകളെല്ലാം തന്നെ ഡ്രസ് വർക്ക് ചെയ്ത് കവർ ചെയ്തിട്ടുണ്ട്. വീടിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. കുറച്ച് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്താവുന്നതാണ്. വെറും 18 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് NRIസിനൊക്കെ നല്ലൊരു കാമാൻ ക്വയറ്റായ സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പറ്റിയൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എയർപോർട്ടിലേക്കൊക്കെ വെറും 20-25 മിനിറ്റ്സ് കൊണ്ട് എത്താവുന്നതാണ്. അതുപോലെ ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കും കാക്കനാട് കളക്ടറേറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമ്മളിപ്പോ ഈ വീടിന്റെ ഗേറ്റ് തുറന്നിട്ട് നേരെ വീടിനകത്തുള്ള കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ വളരെ വിശാലമായൊരു മുറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയായിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ടൈലാണ് വിരിച്ചിരിക്കുന്നത്. എത്ര വലിയ ഏരിയ ആണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്കറിയാം. ബിക്കോസ് ഇത് 6.75 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ കാണുന്ന ഓപ്പൺ സ്പേസിൽ 2 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കവേർഡ് ആയിട്ടുള്ള ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. ഈ ഒരു കവേർഡ് കാർ പോർച്ചിൽ നമുക്ക് ഇന്നോവ പോലുള്ള ഒരു വലിയ കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഈ കാണുന്ന വലിയ മുറ്റത്ത് മറ്റു 2 കാറുകൾക്കും കൂടി പാർക്ക് ചെയ്യാം.
ടോട്ടൽ നോക്കുവാണെങ്കിൽ 3 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിനകത്ത് കിട്ടുന്നത്. വീടിന്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഭാഗത്തൊക്കെ നമുക്ക് ധാരാളം ചെടികളൊക്കെ നടാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെയാണ് ഇതുപോലെ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തൊക്കെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സ് നടാനുള്ള ധാരാളം സ്ഥലമുണ്ട്. അതുപോലെ വീടിന്റെ ബാക്ക് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല വിട്ടാണ് നമുക്ക് ഇവിടെ എല്ലാം കിട്ടുന്നത്. ഈ സൈഡിലും ഓൾറെഡി അവർ ഭംഗിയായിട്ട് നല്ല തുളസിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടത്തേക്ക് ഒരു മണ്ണ് നിങ്ങൾക്ക് അറിയാം, റെഡ് സോയിൽ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് നട്ടാലും നമുക്ക് നന്നായിട്ട് ഉണ്ടാവുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ കാക്കനാട് ഭാഗങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വീടിന്റെ ബാക്ക് സൈഡിലൂടെയാണ്. ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ നീറ്റ് ആയിട്ട് ടൈലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള വേസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും രീതിയിൽ ചെയ്യണമെങ്കിലോ വേണ്ട, നമുക്ക് എന്തെങ്കിലും ചെടി നടണമെങ്കിൽ പോലും നമുക്ക് ഈ ടൈൽ ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെടി നടുകയോ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു തെങ്ങ് തൈ വരെ നമുക്ക് വെക്കാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം നല്ലൊരു രീതിയിലുള്ള ലാൻഡ് അളവാണ് വീടിന്റെ ബാക്ക് സൈഡിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ കിച്ചണിന്റെ ഒക്കെ ഒരു ഭാഗത്തൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് വർക്ക് ഏരിയ ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിലൊക്കെ തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ വീടിനകത്തേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ നടന്നു പോയി കഴിഞ്ഞിട്ടും ഒരുപാട് സ്പേസ് ആണുള്ളത്. രണ്ട് സൈഡിലും നല്ല വിഡ്ത് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെള്ളത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഒരു കിണറുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിണർ വരുന്നത്. കിണറിന്റെ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് പോർഷൻ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടാണ് വലിയൊരു റൗണ്ടിലുള്ള വിശാലമായൊരു കിണറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് വെള്ളത്തിനായിട്ട് കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാവുന്നത് KWയുടെ വാട്ടർ കൂടിയാണ്. നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഭാഗങ്ങളിലേക്ക് നോർമലി നിങ്ങൾ വീഡിയോസ് ഒരുപാട് കാണാറുണ്ടായിരിക്കും. അതിനകത്തൊക്കെ ഇത്ര വലിയൊരു സിറ്റ് ഔട്ട് ഉള്ളത് നിങ്ങൾ കാണുന്നത് വളരെ റെയർ ആണ്. കാരണം ഇത് വലിയൊരു ലാൻഡ് അളവിൽ ചെയ്തിരിക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയൊരു സിറ്റ് ഔട്ട് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഏകദേശം ഒരു 6-7 ചെയറുകൾ ഇടാൻ പറ്റുന്ന വലിയൊരു ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് കാണുന്ന പില്ലർ നോക്കിയാൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ എൻട്രൻസ്, മെയിൻ ഡോർ ഈ കാണുന്നതാണ്. വെസ്റ്റിലേക്കാണ് ഫേസിംഗ് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തേക്കിലാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ടൈലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ചെറിയൊരു ഡിസൈൻ കൂടി മെർജ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. നമുക്ക് ഡോർ ഒന്ന് അടയ്ക്കാം. ജസ്റ്റ് പുറത്തൊന്ന് കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് കുറച്ചൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പൊ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യത്തിന് വിഡ്ത്തും ലെങ്ത്തും എല്ലാം ഉള്ള ഒരു നല്ല ഏരിയ ആണ് നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഈ ഡോറിന്റെ അടുത്തായിട്ട് ഇവിടെ 3 വിൻഡോസ് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഇവിടെ TV യൂണിറ്റ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ്. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള TV യൂണിറ്റ്, സിമ്പിൾ ആയിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ റൂഫില് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒട്ടും അധികമല്ലാതെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നിട്ട് നേരെ പോകേണ്ടത് ഇനിയിപ്പോൾ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു പാർട്ടീഷൻ വരുന്നത് ഇതുപോലുള്ള ഒരു വുഡൻ വർക്ക് കൊണ്ടാണ്. ഈ ഒരു വുഡന്റെ വർക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു CNC കട്ടിങ്ങുമാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നമുക്ക് എല്ലാ വാതിലുകളും ഡോറുകളും എല്ലാം തന്നെ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് തേക്കിൽ തന്നെയാണ് എല്ലാം തീർത്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഈ ഒരു CNC കട്ടിങ് ചെയ്തിരുന്ന ഒരു എൻട്രൻസ് പറഞ്ഞിരുന്നു. ഇതിന്റെ താഴെയുള്ള ഭാഗത്ത് നോക്കിയാൽ കാണാം, നമുക്ക് ഒരുപാട് കബോർഡുകളായിട്ടൊക്കെ ഇതുപോലെ തിരിച്ച് ഡോറുകളൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്കൊരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഏരിയ, ലെങ്ത് വൈസും വിഡ്ത് വൈസും നോക്കുവാണെങ്കിൽ 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്കിവിടെ ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 വിൻഡോസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വിൻഡോസിന്റെ പുറത്തേക്കുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കാണാം, കോൺക്രീറ്റ് പകരം ഇവിടെ എല്ലാം തന്നെ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സിമ്പിൾ ആണ്, എന്നാലും ആവശ്യത്തിനുള്ള വർക്കുകൾ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് സ്റ്റെപ്സ് എല്ലാം നോക്കുവാണെങ്കിൽ സെയിം നമ്മൾ ആ ഒരു സിറ്റ് ഔട്ടിൽ കണ്ട അതേ ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കടന്നു വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ആ ഒരു സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് താഴെ അവിടെ ഒരു ബെഡ്റൂം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ ഒരു ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം.
ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാം. ഈ ഒരു വോളില് 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളിൽ കുറച്ച് വർക്കുകൾ വരുന്നതല്ലാതെ ഒരുപാട് വർക്കുകൾ ഒന്നും ചെയ്തിട്ടില്ല. വളരെ നീറ്റ് ആയിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും മാത്രമാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. റൂഫിൽ കുറച്ച് LED ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വുഡൻ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം. സാധാരണ അങ്ങനെയൊന്നും കാണാത്തതാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് ഗ്ലാസ് ഡോറുകൾ വെച്ചിട്ട് 2 കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഒരു ചെറിയ ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ 3 ഡോറുകളും വെച്ചിട്ടാണ് വലിയൊരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഒരു പാസേജ് പോലെ കുറച്ച് ഏരിയ ഇങ്ങോട്ട് മാറിയിട്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് കബോർഡുകൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. നല്ല ഡിസൈൻ ആയിട്ടുള്ള ഡോറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വന്നിട്ട് ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലുകളാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴത്തെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോ കണ്ടത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ബെഡ്റൂമുകൾ തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ്. ഒരു ബെഡ്റൂം ഇവിടെയാണെങ്കിൽ അടുത്ത ബെഡ്റൂം വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഡൈനിങ് ഹാളിൽ നമുക്ക് കാണാനുണ്ടായിരുന്നത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. വളരെ വലിയൊരു വാഷ് ബേസിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മിറർ കൊടുത്തിട്ടുണ്ട്. താഴെയും നമുക്ക് കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ചിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്താണെങ്കിൽ നിറയെ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ചെറുത് തുടങ്ങി വലത് വരെയുള്ള വലിയ ഓപ്പണിങ്സ് വരെയുള്ള ഒരുപാട് ഡോറുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടും ബാക്കി സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ആയിട്ടാണ് ബാക്കിയുള്ള 3 വിൻഡോസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് വാർഡ്രോബുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് കൂടിയിട്ട് ഓൾറെഡി ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫിൽ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളിൽ മാത്രം കുറച്ച് ഡിസൈൻ വരുന്നുണ്ട്. അതുകൂടാതെ 3-4 LED ലൈറ്റുകൾ മാത്രമാണ് ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളിലേക്ക് ഡോറ് നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലൊക്കെ ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ വെള്ളം തെറിച്ച് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെയാണ് ഇവിടെയും ടൈലുകളുടെ കോമ്പിനേഷനായി യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമുക്കിനി ഡൈനിങ് സ്പേസിൽ നിന്ന് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന ഒരു ഡോർ കൂടിയുണ്ട്. അത് കിച്ചണിലേക്കാണ്. കിച്ചൺ ഒരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. പകുതിയോളം വരുന്ന ഡോറ് ഗ്ലാസും ബാക്കി പകുതി വുഡിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടൈലുകൾക്ക് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു വുഡൻ ബേസ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടൈലും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ വുഡൻ കളറും അതുപോലെ വൈറ്റും കൂടെ വരുന്ന കോമ്പിനേഷനിലാണ് മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ കിട്ടുന്നുണ്ട്. നമുക്ക് 4 വിൻഡോസ് അവിടെ കാണാം. അതുകൂടാതെ കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കിച്ചൺ ആണ്. നമുക്ക് ഇവിടെ സെക്കൻഡ് കിച്ചൺ കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്താണ് നമ്മുടെ രണ്ടാമത്തെ കിച്ചൺ വരുന്നത്. നമുക്ക് കുറച്ച് നോൺ വെജ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് പാചകം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇവിടെയും നമുക്ക് ഫസ്റ്റ് കിച്ചണോട് സെയിം വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഗ്രാനൈറ്റിന്റെ നമുക്കൊരു ടോപ്പ് കിട്ടുന്നുണ്ട്. അതിനടിയിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെയാണ് സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയ നമുക്ക് ഞാൻ ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചാണ്. നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തെടുക്കാം. ഓപ്പൺ ആയിട്ട് ഇടണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. വരുന്ന സമയത്ത് ഈ കാണുന്ന ഒരു വോളിൽ കുറച്ച് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. അതിനകത്തെല്ലാം ഗ്ലാസ് ആണ് ഓപ്പൺ ചെയ്ത പോർഷൻ എല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ്. ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂമാണ്. ഡോറുകളുടെ ഡിസൈനും പാറ്റേണും ഒക്കെ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഈ ഭാഗത്തുമാണ് വിൻഡോസ് വരുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കിയാലും സെയിം പാറ്റേണിലും സെയിം ഡിസൈനിലൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും എല്ലാ ബെഡ്റൂമുകളിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഈ ഒരു ഡോർ നോക്കുവാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകളുടെ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒരു റൂം കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് നല്ല ഗ്യാപ്പ് കിട്ടുന്ന രീതിയിൽ, നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലുമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് നമ്മളൊരു ഹാളിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ അപ്പർ ലിവിംഗ് ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ 3 വിൻഡോസ് നമുക്ക് കാണാം. TV യൂണിറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. താഴെ നമ്മൾ മെയിൻ ഹാളിൽ ലിവിംഗ് സ്പേസിൽ കണ്ടതുപോലുള്ള സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ് TV വെക്കാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും ബോർഡർ ലൈനിൽ വർക്ക് വരുന്നുണ്ട്. ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് മുകളിലത്തെ നിലയിൽ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. ഇനി കാണാനുള്ളത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമും വളരെ വലിയ സൈസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ പോലെ തന്നെയാണ് ഇവിടെയും അളവുകൾ വരുന്നത്. 14-11 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 സിംഗിൾ വിൻഡോസ് കാണാം. അതുകൂടാതെ ആ ഭാഗത്ത് 3 വിൻഡോസുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. താഴെ കണ്ടതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ഗ്ലാസ് ഡോർ ഒക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് വേറൊരു വാർഡ്രോബ് കിട്ടുന്നുണ്ട്. ഒരു റീഡിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്താണ് 3 ഡോറുകളായിട്ട് മൾട്ടിവുഡിൽ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പാസേജ് പോലെ ഒരു ഏരിയ സെപ്പറേറ്റ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. മിററും ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് ഷെൽഫുകളൊക്കെയാണ് താഴെയും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തെ ടൈലുകൾ വരുന്നത് ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കളറുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാം തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസും അതുപോലെ തന്നെ ബാൽക്കണിയാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തായിട്ടൊരു ഡോർ ഉണ്ട്. അത് തുറന്ന് നമ്മൾ ചെല്ലുന്നത് യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഫ്ലോറിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഉള്ള ഒരു ടൈലാണ് തിരിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്കായിട്ട് കിട്ടുന്നത്. നോർമലി ഇത്രയും വലിയ യൂട്ടിലിറ്റി സ്പേസ് വരുമ്പോൾ ആരും റൂഫിംഗ് ചെയ്യാറില്ല. ഈ ഒരു വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് റൂഫിംഗ് എല്ലാം തന്നെ ഒരു വലിയ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് റൂഫിംഗ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ സൗകര്യങ്ങൾ, ഇത്രയും അളവ് ലാൻഡ് ഉണ്ട്, വലിയ സ്ക്വയർ ഫീറ്റിലെ വീടുണ്ട്, ഓപ്പൺ ആയി കിടക്കുന്ന ഏരിയകളെല്ലാം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു വീട് നിങ്ങളുടെ മനസ്സിലൊരു വലിയ എമൗണ്ട് ആയിരിക്കും ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും അല്ല, വളരെ കുറഞ്ഞ റേറ്റിലാണ് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. മുകളിലെല്ലാം തന്നെ ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നും തുറക്കുന്ന ഡോർ വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. യൂട്ടിലിറ്റി പോലെ തന്നെ ബാൽക്കണിയും എടുത്തു പറയേണ്ടതാണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്കായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു ലെങ്തി ആയ ഒരു ഏരിയ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ട് ഗ്ലാസ് ആണ്, ടഫന്റെ ഗ്ലാസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി ഈ ഒരു പില്ലറിന്റെ പോർഷൻ നിങ്ങൾക്ക് കാണാം, ക്ലാഡിംഗ് സ്റ്റോൺസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വളരെ വലിയൊരു ബാൽക്കണി നമുക്ക് വേറെയും കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് എല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പോർഷൻസ് മാത്രം നമുക്ക് ഇതുപോലെ തന്നെ അയൺ ബാറുകൾ ഇട്ടിട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പോളി കാർബൺ ഷീറ്റ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഏതൊരു വീട്ടിലും നിങ്ങൾക്ക് അറിയാം കാറ്റടിച്ച് വെള്ളം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് മുകളിൽ കാണുന്ന ആ ഒരു ഭാഗങ്ങളിൽ എക്സ്ട്രാ നിൽക്കുന്ന സ്പേസിൽ പോലും നല്ല രീതിയിൽ തന്നെ അവർ ഷീറ്റൊക്കെ ഇട്ടിട്ട് പോളി കാർബൺ ഷീറ്റ് ഇട്ട് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു പെർഗോള മോഡൽ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മുകളിൽ ഓപ്പണിംഗ് വന്നിട്ട് അതിനകത്ത് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സൺലൈറ്റ് ആവശ്യത്തിനകത്തേക്ക് വരുന്നുണ്ട്, എന്നാൽ ഒരുപാട് വരാത്ത രീതിയിൽ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഒരു ഏരിയ വളരെ സേഫ് ആണ്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്.
നമുക്ക് മെയിൻ റോഡിലേക്ക് ബസ് റൂട്ടിലേക്കൊക്കെ ഏകദേശം ഒരു 700-750 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇന്ന് പരിചയപ്പെട്ട വീട് നിങ്ങൾക്ക് ഇതിന് പറയുന്ന എമൗണ്ടിന് എന്തുകൊണ്ടും വർത്താണ്. കാരണം ഇതിന്റെ ലാൻഡ് എന്ന് പറയുന്നത് 6.75 സെന്റ് ആണ്. 6.75 സെന്റിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2200 ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇത് നമുക്ക് 3 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ കിണർ വെള്ളമുണ്ട്. KWയുടെ വാട്ടർ മറ്റൊരു ഓപ്ഷനാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓപ്പൺ ആയിട്ടുള്ള എല്ലാ ഏരിയാസും ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വുഡൻ ഐറ്റംസ് ഒക്കെ വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപ മാത്രമാണ്. അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 85 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിലൂടെ മാത്രം നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് എമൗണ്ടിൽ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ലോൺ ഫെസിലിറ്റി വേണ്ടവർക്ക് തീർച്ചയായിട്ടും അത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 6.25 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന് വെറും 85 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് വർത്താണ്. മാർബിൾ ഹോംസിലൂടെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ ഡിസ്കൗണ്ട് പ്രൈസ് കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ സ്വന്തമാക്കുന്നതിനും കാണുന്നതിനും ഒക്കെ വേണ്ടിയായിട്ട് മാർബിൾ ഹോംസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരമായിട്ട് വീഡിയോകൾ കാണുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.